ഹായ് ഓൾ, ഐ+ന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് CSCB എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് PYQs ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാൽ എന്താണ് പറയുക? സെക്ഷൻ 62 ഓഫ് ദ കേസസ് ആക്ട് ഡീൽസ് വിത്ത് അല്ലേ. അപ്പം 110 സെക്ഷൻ ഉണ്ട് പഠിക്കാൻ അല്ലേ? കേൾക്കുമ്പോൾ തന്നെ സാറേ ഒരുപാടുണ്ടല്ലോ. ഉണ്ട് അല്ലേ? അത്യാവശ്യം 110 സെക്ഷൻ അത്യാവശ്യം പഠിക്കാനുണ്ട്. പ്രോപ്പറായിട്ട് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. 201 റൂളും ഉണ്ടെന്നൊക്കെ നമുക്ക് 110 സെക്ഷൻ 201 റൂളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സെക്ഷൻ 62 അല്ലേ, വകുപ്പ് 62 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എയിൽ പറയാണ് ഫ്ലൂയിഡ് റിസോഴ്സ്, തരളധനം എന്നൊക്കെ പറയും, ഫ്ലൂയിഡ് റിസോഴ്സ്. ഓപ്ഷൻ ബി പറയണ ഗ്രാറ്റുവിറ്റി. ഓപ്ഷൻ സി പറയാണ് റിസർവ് ഫണ്ട് അല്ലേ, റിസർവ് ഫണ്ട്. ഓപ്ഷൻ ഡി പറയാണ് റിസർവ് ഫണ്ട് എന്നാൽ കരുതൽ ധനം എന്നൊക്കെ പറയും. ഓപ്ഷൻ ഡി പറയാണ് എഡ്യൂക്കേഷൻ ഫണ്ട്, വിദ്യാഭ്യാസ ഫണ്ട് എന്ന് പറയും. ഇപ്പം എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 62 അപ്പോൾ ആ ഏരിയാസിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് വരുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി ഒക്കെ വരുന്നൊരു പാർട്ടാണ് അല്ലേ. ഇപ്പോൾ സെക്ഷൻ 62 ഓഫ് ദ കേസസ് ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മക്കളെ? ഓപ്ഷൻ ബി ഗ്രാറ്റുവിറ്റി കേട്ടോ, ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സെക്ഷൻ 62 എന്നോർത്ത് കേട്ടോ. സെക്ഷൻ 62 ഡീൽസ് വിത്ത് ഗ്രാറ്റുവിറ്റി എന്നോർത്ത് വെച്ചേക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് ഓഫ് ദ കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് ബാങ്ക് ക്ലെയിംസ് അല്ലെ. ഇപ്പോൾ സാലറി ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട പാർട്ടാണ്. എന്തുകൊണ്ട് ബന്ധപ്പെട്ടാണ്? സാലറി ഡിഡക്ഷൻ അല്ലെ, ഡിഡക്ഷൻ ഫ്രം സാലറി. അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാർട്ടാണ് സെക്ഷൻ 38, സെക്ഷൻ 37, സെക്ഷൻ 41, സെക്ഷൻ 42. അപ്പം ഇവിടെ എന്താ അർത്ഥമാക്കുക? നമ്മൾ ഇപ്പം ABC സൊസൈറ്റി, ഞാൻ എപ്പോഴും അങ്ങനെ പേര് ഇടുള്ളൂ കേട്ടോ. ABC സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘം, ABC ഇതൊരു സൊസൈറ്റിയാണ് കേട്ടോ. രാജേഷ് നടക്കും, നമുക്ക് രാജേഷ് നല്ല പേര്. രാജേഷ് എന്ത് ചെയ്യുകയാണ്? ഒരു കേരള പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. രാജേഷ് കേരള പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് രാജേഷ് കേട്ടോ, കേരള പോലീസിൽ. ഇദ്ദേഹം ഈ ABC സൊസൈറ്റിയിലെ മെമ്പറാണ് അല്ലേ. ഇദ്ദേഹം ABC സൊസൈറ്റിയിലെ മെമ്പറാണ്. ഈ രാജേഷ് എന്ത് ചെയ്യാണ്? സാലറി സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി നൽകിക്കൊണ്ട് അല്ലെ, സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഈടിന്മേൽ ഒരു 50 എത്രയാണ്, ഒരു 1 lakh rupees അത് മതി, 1 ലക്ഷം രൂപ ലോൺ എടുത്തു അല്ലേ. അപ്പോൾ ഈ രാജേഷ് ഈ സാലറി അടയ്ക്കുന്നില്ല, ഫോർ എക്സാമ്പിൾ ലോൺ EMI അല്ലെ, ലോൺ എമൗണ്ട് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ രാജേഷിൻ്റെ സംഘം എന്ത് ചെയ്യും? രാജേഷിൻ്റെ സാലറിയിൽ നിന്ന് അത് റിക്കവർ ചെയ്യും അല്ലേ, റിക്കവർ ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ചില എന്താണ് പറയുക, ചില നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ സെക്ഷനും അതുമായി ബന്ധപ്പെട്ട റൂളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് നമ്മൾ എടുത്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ സാലറി നമ്മൾ റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഡക്ഷൻ ഫ്രം സാലറി ആദ്യം നമ്മൾ രാജേഷിനെ അറിയിക്കും. ഇതിനെന്ത് ചെയ്യും? നമ്മൾ ഈ രാജേഷിൻ്റെ സാലറി ഡിസ്പേഴ്സിങ് ഓഫീസർ ഉണ്ടാവും, അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ അറിയിക്കും അല്ലേ. അതിന് മുമ്പായിട്ട് തന്നെ ആദ്യം എന്ത് ചെയ്യും? ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഏർപ്പെടും. സാലറി ഡിഡക്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റിലൊക്കെ ഏർപ്പെട്ട ശേഷമാണ് എന്ത് ചെയ്യുക? നമ്മൾ ലോൺ കൊടുക്കുക. ലോൺ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും അല്ലെ. സാലറി റിക്കവറിക്ക് അയക്കുക എന്നൊക്കെ പറയും കേട്ടോ. സംഘത്തിൻ്റെ ടൈമിൽ റിക്കവറിക്ക് അയക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. 38 ആണോ, 37 ആണോ, 41 ആണോ, 42 ആണോ എന്നാണ് ചോദ്യം. അത് ആൻസർ വരിക. നമുക്കറിയാം ആ വ്യക്തി അല്ലെ, ആ സാലറി ഡിസ്പേഴ്സിങ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയർ, ആ രാജേഷിൻ്റെ എംപ്ലോയർ അല്ലെങ്കിൽ സാലറി ഡിസ്പേഴ്സിങ് ഓഫീസർ എന്ത് ചെയ്യും? സാലറി എന്നാണോ സാലറി കൊടുക്കുക അല്ലെ, സാലറി ഡിസ്പേഴ്സ് ചെയ്യുന്ന അന്ന് തന്നെ എന്താണ് നമ്മുടെ സംഘത്തിലേക്ക് അടക്കേണ്ട പൈസ അവിടെ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് സാലറി കൊടുക്കുകയുള്ളൂ. ഡിഡക്റ്റ് ചെയ്ത പൈസ ഡിഡക്റ്റ് ചെയ്ത് 7 ദിവസത്തിനകമായിട്ട് സംഘത്തിലേക്കൊക്കെ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 37 ആണ് കേട്ടോ. സെക്ഷൻ 37 ആണ് സാലറി ഡിഡക്ഷൻ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സെക്ഷൻ 37 ആണ് സാലറി ഡിഡക്ഷൻ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ റൂളിലൊക്കെ വളരെ വിശദമായിട്ട് ആ നടപടിക്രമങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കി കേൾക്കുക. ഓക്കെ. അടുത്തൊരു ചോദ്യമാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് അല്ലേ. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന CSEB എന്ന് പറയും അല്ലേ.
നമ്മൾ പറയുന്ന CSEB അല്ലേ, CSEB നോക്കുക. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ് ഓഫ് ദി കേസസ് റൂൾ. അതായത് CSEBയുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഏത് റൂളിലാണ് മെൻഷൻ ചെയ്യുക, അതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമിന് ഇവർ കൂടുതൽ റൂളുകൾ ചോദിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസുകളും ഈ ഒരു എക്സാമിന് അവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം CSEBയുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണ്. ഓപ്ഷൻ എയിൽ പറയുന്നു റൂള് 182A അല്ലേ. ഓപ്ഷൻ എയിൽ പറയുന്നു റൂള് 182. ഓപ്ഷൻ ബിയിൽ പറയുന്ന റൂള് 180. അതുപോലെ തന്നെ എന്താണ് ഓപ്ഷൻ സിയിൽ പറയുന്ന റൂള് 181 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്ന റൂള് 169. ഏതാണ് ആൻസർ വരിക? എല്ലാവർക്കും അറിയാം റൂള് 182 ആണ് അല്ലേ. റൂള് 182 ആണ്. ആ ഏരിയയിലുള്ള റൂള് കുറെ പഠിക്കണം. ഇപ്പോൾ 183 ഏജ് ലിമിറ്റ്, 84 85 പോവല്ലേ, ഇത് പഠിക്കണം. പ്രൊബേഷന്, പ്രൊമോഷന്, അങ്ങനെ കുറേ അധികം റൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പോൾ ആ ഒരു ഏരിയ 182 മുതൽ അങ്ങോട്ടൊരു 193 വരെയുള്ള റൂളുകൾ പഠിച്ചിട്ടേ പോകാമുള്ളൂ പരീക്ഷയ്ക്ക് കേട്ടോ. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ആ റൂള് 182A ആണ്. റൂള് 182A ആണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് CSEB വരുന്നത്. അടുത്തൊരു ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ഇന്നും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ഈ പരീക്ഷ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡാഷ് ഈസ് എംപവേർഡ് ടു ഗീവ് മെമ്പർഷിപ്പ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിൽ അംഗത്വം അല്ലേ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് നൽകുന്നത് ആരാണ് അല്ലേ. മെമ്പർഷിപ്പ് സെക്ഷൻ 16 പറയുന്നത് പേഴ്സൺ ഹൂ മേ ബിക്കം മെമ്പർ. റൂൾ 16 റൂളിലും പറയുന്നുണ്ട് അല്ലേ. അതിൻ്റെ ആ ഒരു എന്താ പറയുക കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. റൂളിലും പറയുന്നുണ്ട്, സെക്ഷൻ 16 ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ്, ഒരു സംഘത്തിലെ മെമ്പർഷിപ്പ് നൽകുന്നത് ആരാണെന്നാണ് ചോദ്യം അല്ലേ. ഓപ്ഷൻ എ പറഞ്ഞു ഡയറക്ടർ ബോർഡ് അല്ലെ കമ്മിറ്റി അല്ലേ, ഡയറക്ടർ ബോർഡ്. ഓപ്ഷൻ ബി പറഞ്ഞു സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെക്രട്ടറി. ഓപ്ഷൻ സിയിൽ പറയുകയാണ് എന്താണ് പ്രസിഡന്റ്, സംഘത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ പറയുന്നു രജിസ്ട്രാർ. ഏതാണ് ആൻസർ വരിക എന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് സംഘത്തിലെ മെമ്പർഷിപ്പ് ഡാഷ് ഈസ് എംപവേർഡ് ടു ഗീവ് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് നൽകുന്ന ആരാണ്? പഠിച്ചിട്ടുള്ളതാണ്. ആരാണ്? ഡയറക്ടർ ബോർഡാണ് അല്ലേ. ആരാണ്? ഡയറക്ടർ ബോർഡാണ് ഇവിടെ അംഗത്വം നൽകുക. ഓർത്ത് വെക്കുക ഡയറക്ടർ ബോർഡാണ് ഇവിടെ അംഗത്വം നൽകുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പിനെ അപേക്ഷിച്ച് 2 മാസത്തിനോട് തീരുമാനമെടുക്കണം, അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ. റൂൾ കണക്റ്റഡ് വിത്ത് ID കാർഡ് അല്ലെ, ഐഡന്റിഫിക്കേഷൻ കാർഡ്. നമുക്കറിയാം ഒരു വ്യക്തി ഒരു സംഘത്തിൽ അംഗമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ID കാർഡാണ്, തിരിച്ചറിയൽ കാർഡാണ്. ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പം എന്താണ് ID കാർഡുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റൂൾ കണക്റ്റഡ് ടു ദി ഐഡന്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി. ഒരു സംഘത്തിലെ എന്താണ് ID കാർഡുമായി ബന്ധപ്പെട്ട ചട്ടം ഏതാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു റൂൾ 16A, ഓപ്ഷൻ ബിയിൽ പറയുന്ന റൂൾ 23, ഓപ്ഷൻ സിയിൽ പറയുന്ന റൂൾ 25 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്ന റൂൾ 16. ഏതാണ് ആൻസർ വരിക? എല്ലാവർക്കും അറിയാം റൂൾ 16A ആണല്ലേ. റൂൾ 16A ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. റൂള് 16A, റൂള് 16A ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ID കാർഡുമായി ബന്ധപ്പെട്ട റൂള്. ഓക്കെ, അടുത്ത വളരെ നല്ല മറ്റൊരു ക്വസ്റ്റ്യൻ ഏതാണ് പറയുക? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് സ്പെസിഫൈഡ് ഇൻ കോപ്പറേറ്റീവ് സഹകരണ ഓംബുഡ്സ്മാൻ ഈ സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദ കേസസ് ആയിട്ട്. അപ്പോൾ കേസസ് ആയിട്ടിൽ എവിടെയാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് മെൻഷൻ ചെയ്യുക? ഓപ്ഷൻ എ പറയുന്നു 69A, ഓപ്ഷൻ ബിയിൽ പറയുന്നു 70A, ഓപ്ഷൻ സിയിൽ പറയുന്നു 80 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു നൺ ഓഫ് ദിസ്. ഇവ ഒന്നുമല്ല. ഏതാണ് ഇവിടെ ആൻസർ വരിക? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് ദി കേസസ് ആക്ട് 1969. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സെക്ഷൻ 69A ആണ് അല്ലേ. സെക്ഷൻ 69A ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പം മക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 68A പഠിക്കണം, അതുപോലെ തന്നെ എന്താണ് 69A പഠിക്കണം, അതുപോലെ തന്നെ ഏതാണ് 70Aയും പഠിക്കണം കേട്ടോ. ഈ A ഏതാണ് 68, 69, 70A വരെ പഠിക്കണം. ഇപ്പൊ 69A നിങ്ങൾക്ക് മനസ്സിലായി ഓംബുഡ്സ്മാൻ ആണല്ലേ. ഓംബുഡ്സ്മാൻ 68 എന്താണ്? വിജിലൻസ് ഓഫീസർ ആണ് കേട്ടോ. ആരാണ്? ആ വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ആ ഒരു ചട്ടമാണ്, ആ ഒരു വകുപ്പാണ് 68. 70 എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്
ആർബിട്രേഷൻ കോടതി അല്ലേ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി. 68 വിജിലൻസ് ഓഫീസർ, 69 എന്നാണ് ഓംബുഡ്സ്മാന്, 70 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് അല്ലെ. ഇത് മൂന്നും നമ്മൾ പഠിക്കേണ്ട പ്രാധാന്യമുണ്ടെന്ന് ഓർത്ത് വെക്കുക. വോക്ക് എന്ന് ഓർത്ത് വെച്ചാൽ അവരുടെ വോക്ക് കേട്ടോ. 68, 69, 70 വരുന്ന വോക്ക്, വി ഫോർ വിജിലൻസ് ഓഫീസർ, ഓ ഫോർ ഓംബുഡ്സ്മാൻ, സി ഫോർ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്ന് അങ്ങ് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആൻ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ. ഓക്കെ, നോക്കാം. ആൻ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെന്റ് ഓഫ് ബൈലോ അല്ലേ. ആൻ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെന്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിതിൻ 90 days ഫ്രം അല്ലേ. ഫ്രം ഓപ്ഷൻ എ പറഞ്ഞ ഡേറ്റ് ഓഫ് ദി ജനറൽ ബോഡി, ബി പറയുന്നു ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഡെസ്പാച്ച് ബൈ ദ സൊസൈറ്റി, ആൻഡ് സിയിൽ പറയുന്നു ഡേറ്റ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ബൈ ദ രജിസ്ട്രാർ, ഓപ്ഷൻ ഡി പറഞ്ഞു ഡേറ്റ് ഓഫ് ദി ബോർഡ് ഓഫ്. ഇടയിൽ നമ്മുടെ അറിയാം എന്താണ് ബൈലോ അല്ലേ. ബൈലോ എന്ന് പറയുന്നത് എന്താണ്? ഉപനിബന്ധന എന്ന് പറയും. എന്താണ്? ഉപനിബന്ധന. ബൈലോ എന്താണ്? ഉപനിബന്ധന. ദാറ്റ് മീൻസ് ബൈലോ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ ലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞില്ലേ. ആ ഇന്റേണൽ ലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സംഘത്തിന്റെ ബൈലോ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ എങ്ങനെയാണ് എക്സ്റ്റേണൽ ലോ ഇല്ലേ? ഉണ്ടേ, എക്സ്റ്റേണൽ ലോ, ഇന്റേണൽ ലോയും ഉണ്ട്, എക്സ്റ്റേണൽ ലോയും ഉണ്ട്. ഇന്റേണൽ ലോ ബൈലോ ആണെങ്കിൽ എക്സ്റ്റേണൽ ലോ എന്തെന്ന് പറയൂടെ? ആക്ട് ആൻഡ് റൂൾ ആണ് കേട്ടോ. ആക്ടും റൂളുമാണ് എക്സ്റ്റേണൽ ലോ. ഇന്റേണൽ ലോ എന്ന് പറയുന്നത് ബൈലോ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓർത്ത് നോക്കാം. ബൈലോ അമെൻമെന്റ് പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയാം എന്ത് ചെയ്യണം. നമ്മൾ സംഘത്തിന്റെ പൊതുയോഗം അല്ലേ, പരമാധികാരമായിട്ടുള്ള പൊതുയോഗത്തിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ റെസല്യൂഷൻ പാസ്സാക്കണം. ഇന്ന രീതിയിൽ നമുക്ക് അമെൻഡ് ചെയ്യാമെന്നുള്ള ആ ഒരു റെസല്യൂഷൻ പാസ്സാക്കണം. അങ്ങനെ ആ റെസല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് രജിസ്ട്രാർ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരണം. നമ്മുടെ ഈ ബൈലോ അമെൻമെന്റ്, ഈ ഭേദഗതി എന്ത് ചെയ്യണം? രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് തന്നെങ്കിൽ അത് പ്രാവർത്തികമാകത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. സാറേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ജനറൽ ബോഡിയിൽ ഞങ്ങൾ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നൽകണം? നമ്മൾ അവിടെ ഒരു അപേക്ഷ നൽകണം. അതാണ് പറയുക ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെന്റ് ഓഫ് ദി ബൈലോ. സംഘത്തിന്റെ ബൈലോ രജിസ്റ്റർ അമെൻമെന്റ്, സംഘത്തിന്റെ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ രജിസ്ട്രാറിന് മുൻപാകെ അപേക്ഷ കൊടുക്കണം. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയുക? ഷാൾബി. അങ്ങനെ അപേക്ഷ 90 ദിവസത്തിനകമായിട്ട് തീരുമാനം എടുക്കണം. ഓക്കെ, ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനകമായിട്ട് രജിസ്ട്രാർ തീരുമാനമെടുക്കണം. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 90 ദിവസത്തിനകമായിട്ട് കൊടുക്കണമെന്നല്ല, തീരുമാനമെടുക്കണം. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, ഒന്നെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ഇവ രണ്ടും എന്തും ആയിക്കോട്ടെ. എന്താണ്? രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ 90 ദിവസമാകുമായിട്ട് അതിന്മേൽ തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇപ്പൊ 90 ദിവസം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 90 ദിവസമാകുമായിട്ട് അതിന്മേൽ തീരുമാനം എടുക്കണം. അപ്പൊ നോക്കിയേ, ഈ 90 ദിവസം എന്ന് മുതലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു അറ്റ് ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി. സംഘത്തിന്റെ പൊതുയോഗം കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സംഘം അത് ഡെസ്പാച്ച് ചെയ്തതിന്, അപേക്ഷ ഡെസ്പാച്ച് ചെയ്തതിന് ശേഷമാണോ എന്ത് ചെയ്യേണ്ടത്? അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ്? രജിസ്റ്റർ അപേക്ഷ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള 90 ദിവസത്തിനുള്ളിലാണോ അതിന്മേൽ ഡിസ്പോസ് ഓഫ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് എന്താണ് കൂടി 90 ദിവസത്തിനാകുമായിട്ടാണോ ഇത് ഡിസ്പോസ് ഓഫ് ചെയ്യേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് എന്ന് മുതലാണ്. എന്നാണ് ഇവിടെ പറയുന്നുണ്ട് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന്റെ കയ്യിൽ എന്നാണോ ഈ അപേക്ഷ കിട്ടുന്നത്, അപേക്ഷ കിട്ടി 90 ദിവസമായിട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയോ? രജിസ്ട്രാറിന്റെ കയ്യിൽ എന്നാണോ ഈ അപേക്ഷ കിട്ടുന്നത്, ആ അപേക്ഷ കിട്ടി 90 ദിവസത്തിനകമായിട്ട് ചെയ്താൽ മതി. അവിടെ നമ്മൾ ധൃതി ഒന്നും പിടിക്കണ്ട. എന്ത് ചെയ്യണ്ട? അവിടെ ധൃതി ഒന്നും പിടിക്കണ്ട. അതായത് മനസ്സിലാക്കണം, നമ്മുടെ മുൻപ് 90 ദിവസം, രജിസ്ട്രാറിന് മുൻപ് 90 ദിവസമുണ്ട്. ഇത് വരുന്ന അന്ന് തന്നെ ഒന്നും രജിസ്റ്റർ ചെയ്യണമെന്നില്ല. 90 ദിവസം സമയമുണ്ട്. അപേക്ഷ ലഭിച്ച് 90 ദിവസത്തിനകമായിട്ട് ചെയ്താൽ മതി എന്ന് ഓർത്ത് പോകും കേട്ടോ. അപേക്ഷ ലഭിച്ച് 90 ദിവസത്തിനകമായിട്ട് ഇത് എന്ത് ചെയ്താൽ മതി? ഇത് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അതായത് തീരുമാനം എടുത്താൽ മതി. 90 ദിവസം സമയമുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ഇതെല്ലാം പരിശോധിച്ച് സ്ക്രൂട്ടിനി ചെയ്ത് 90 ദിവസത്തിനകമായിട്ട് ചെയ്താൽ മതി. അടുത്ത വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് എ ഗഹാൻ as per rule 51A shall be in form number.
ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല ചോദ്യമാണ് അല്ലേ. ഗഹാൻ നമ്മൾ ബാങ്കിലൊക്കെ ചെയ്യുന്നില്ലേ, ഗഹാൻക്ക് എന്ത് ചെയ്യുക, ഗഹാൻ ഫയൽ ചെയ്യുന്നത്, ഫയലിങ്ങും ചെയ്യുക എന്ന് പറയും. ഗഹാൻ ഫയൽ ചെയ്യുക, ഗഹാൻ റിലീസ് ചെയ്യുന്നൊക്കെ പറയും. പറയാണ് എ ഡിക്ലറേഷൻ ഇൻ ക്രിയേറ്റിംഗ് എ ഗഹാൻ ആസ് പെർ റൂൾ 51A ഷാൽ ബി ഇൻ ഫോം നമ്പർ. ഇവിടെ ഗഹാനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ 3 കാര്യം ഫസ്റ്റ് പഠിക്കണം. ഒന്നാമത്തെ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ, രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ട റൂള്, മൂന്നാമത്തെ ഗഹാനുമായി ബന്ധപ്പെട്ട ഫോം. ഈ 3 കാര്യങ്ങൾ പഠിക്കണം. സെക്ഷന്, റൂള്, ഫോം, ഗഹാൻ. കേട്ടോ, ഗഹാനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ പഠിക്കണം. ഇവിടെ സെക്ഷൻ 36A, റൂള് 51A, ഫോം 80A. ഈ 3 കാര്യങ്ങൾ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സെക്ഷൻ കേസീസ് ആക്ടിലെ സെക്ഷൻ 36A-യിലും കേസീസ് റൂൾസിലെ റൂൾ 51A-യിലും പിന്നെ ഫോം 8A-യിലുമാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഗഹാനെ കുറിച്ച് പഠിക്കുന്നത്. ഒന്നുമില്ലല്ലേ, നമ്മൾ സംഘത്തിൽ പോയി നമ്മുടെ വസ്തു വീട് വെച്ച് ലോൺ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഗഹാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചാർജാണ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ മൂവബിൾ ഓർ റിമൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. അവകാശം, സംഘത്തിന് അവിടെ അവകാശം വരികയാണ്, നമ്മളെക്കാൾ അവകാശം. ഇപ്പം ഞാൻ ഒരു 5 ലക്ഷം രൂപ എന്ത് ചെയ്യുകയാണ്, സംഘത്തിന് ലോൺ എടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഒരു 25 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു 50 സെൻറ്റ് സ്ഥലം ഞാൻ ബാങ്കിൽ കൊണ്ട് ഈടായിട്ട് കൊടുക്കുന്നു. ഈട് കൊടുക്കുമ്പോൾ ഞാൻ ഗഹാൻ എഴുതി കൊടുക്കണം എന്ന് പറയും. പണ്ട് കാലത്ത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നമ്മൾ നേരിട്ട് പോയി ചെയ്യണമായിരുന്നു. ഇപ്പോൾ എന്താണ്, നമുക്ക് ഓരോ സംഘത്തിനും സംഘത്തിലിരുന്ന് തന്നെ, ബാങ്കിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാം. നമുക്കൊരു ഐഡിയും പാസ്വേഡും ഒക്കെ അവർ തരുന്ന കാര്യം കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഗഹാനെ കുറിച്ച് ആക്ച്വലി പറയുന്നത് KS കാർഡ് ബാങ്ക് ആക്ടാണ് കേട്ടോ. 1984 KS കാർഡ് ബാങ്ക് ആക്ടിലാണ് പറയുക. KS കാർഡ് ബാങ്ക് ആക്ടിലാണ് ഗഹാനെ കുറിച്ച് പറയാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് പ്രകാരമാണ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ക്വസ്റ്റൻ ഉത്തരം എന്താണ് വരിക? ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് എ ഗഹാൻ ആസ് പെർ റൂൾ 51A ഷാൽ ബി ഇൻ ഫോം നമ്പർ 8A അല്ലേ. ഓപ്ഷൻ നോക്കിയാൽ 8C, 8O, 8A, 8B. ആൻസർ 8A ആണ് കേട്ടോ. 8A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഞാൻ വീണ്ടും പറഞ്ഞു റൂളുകൾ. ആ റൂള് കണ്ടോ, 182 മുതൽ 193 വരെയുള്ള റൂളുകൾ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. എല്ലാ റൂളും പഠിച്ചിരിക്കണം, പക്ഷേ ആ ഒരു റൂളിന് ചില പ്രാധാന്യമുണ്ട്, ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, റൂൾ 190 ഓഫ് കേസീസ് റൂള് അല്ല, കേസീസ് റൂളിലെ റൂള് 190 അല്ലെ. റൂൾ 190 എന്തുമായി ഡീൽ ചെയ്യുന്നു, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എയിൽ പറയുന്നു വേക്കൻസീസ് ഇൻ അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റി വേക്കൻസീസിനെ കുറിച്ച് പറയുന്നു. ഓപ്ഷൻ ബി പറഞ്ഞു റെമ്യൂണറേഷൻ ആൻഡ് അലവൻസസ് അല്ലെ, റെമ്യൂണറേഷനെയും അലവൻസസിനെയും കുറിച്ച് പറയുന്നു. ഓപ്ഷൻ സിയിൽ പറയുകയാണ് ലീവ് റൂൾസ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുകയാണ് നൺ ഓഫ് ദിസ്. ഇവയൊന്നുമല്ല. ഏതാ ആൻസർ വരിക? റൂൾ 190 ഏതാ വരിക? പഠിച്ചിട്ടുള്ള ലീവ് റൂളുകളാണല്ലേ. നമുക്ക് എത്ര ലീവ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളെ കുറിച്ചാണ് റൂള് 190 പറയുന്നതെന്ന് ഓർത്തു. ഇവിടെ റൂൾ 190 ഓഫ് കേസസ് റൂൾസ് ഡീൽ വിത്ത് ലീവ് റൂള്. ലീവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് എത്ര ലീവ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. റൂൾ 190 പഠിച്ചാൽ മനസ്സിലാകും കേട്ടോ. അടുത്താണ് ദ ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 65 ടു കണ്ടക്ട് എൻക്വയറി ഷാൽ കംപ്ലീറ്റ് ദ എൻക്വയറി വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം പീരീഡ് ഉണ്ട്, പിന്നെ സാധാരണ രീതിയിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 65. ഇപ്പോൾ സെക്ഷൻ 65 എന്തിനെ കുറിച്ച് പറയുന്നു? ഇൻക്വയറി ആണ് അല്ലേ. ഇൻക്വയറി ആണ്. എന്താണ് അർത്ഥമാക്കുക? ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം മലയാളത്തിൽ സൂക്ഷ്മ പരിശോധന. ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൂക്ഷ്മ പരിശോധന. ഒരു കാര്യം എടുത്താൽ ഏറ്റവും കാര്യങ്ങൾ പഠിച്ചു പോകുന്നു. ഇനി എൻക്വയറി ഉണ്ട്, അന്വേഷണങ്ങളാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇതിന് ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്താണ് എൻക്വയറി എന്ന് പറഞ്ഞാൽ? നമുക്കിവിടെ എൻക്വയറി ആണ് പഠിക്കേണ്ടത്. പക്ഷേ എൻക്വയറി ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചോദിക്കുകയാണ് ICU എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ അവൈലബിൾ ആണ്, ഇന്ന റൂം നമ്പർ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ് സാറേ എന്താണ് ഇങ്ങോട്ടുള്ള ട്രെയിൻ പോയോ അല്ലേ. നമ്മൾ അന്വേഷണങ്ങളാണ്. ആസ്ക് എ ക്വസ്റ്റ്യൻ, ചോദ്യം ചെയ്യുന്ന ഉത്തരം പറയുന്നു. എന്നാൽ ഇൻക്വയറി ഇറ്റ്സ് എ ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ, സൂക്ഷ്മ പരിശോധന. ഏറ്റവും കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. അപ്പം സെക്ഷൻ 65 പ്രകാരമാണ് എന്താണ് ഇൻക്വയറി നടത്തുക എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 65, അത് എൻക്വയറി ഓഫീസറാണ്. അദ്ദേഹം ഈ എൻക്വയറി എത്ര നാളുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം? ടു കണ്ടക്ട് എൻക്വയറി ഷാൾ ബി കംപ്ലീറ്റ് ദ എൻക്വയറി വിത്തിൻ എ മാക്സിമം പീരീഡ് ആണ് ചോദിച്ചേക്കുന്നത്. മാക്സിമം. സാധാരണ രീതിയിൽ 4 മാസമാണ് കേട്ടോ. നേരത്തെ 6 ആയിരുന്നു. ആഫ്റ്റർ അമെൻമെന്റിന് ശേഷം എത്രയാണ്? 4 മാസമാണ് കേട്ടോ. അമെൻമെന്റിന് ശേഷം 4 മാസമാണ്.
ഇപ്പം സെക്ഷൻ 65 പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം? എൻക്വയറി കംപ്ലീറ്റ് ചെയ്യണം. ഇതിന്റെ മാക്സിമം പീരീഡ് എന്ന് പറയുക സാധാരണ 4 മാസമാണ്. നേരത്തെ 6, അമെൻമെന്റ് ശേഷം 4, നേരത്തെ 6, അമെൻമെന്റ് ശേഷം 4 ആക്കി. അതാണ് മിനിമം. സാധാരണ നമുക്ക് ഒരു സാധാരണ നമുക്ക് തരുന്ന ഒരു പീരീഡ് 4 മാസമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, തക്കതായ കാരണങ്ങളൊക്കെ വേണം. ചുമ്മാ അങ്ങോട്ട് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു തരില്ല. ഇത് വേണമെങ്കിൽ തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി നൽകുകയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 4 മാസം എന്നുള്ളത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താലും മാക്സിമം പീരീഡ് എത്രയാണെന്നാണ് ചോദിക്കുക കേട്ടോ. മാക്സിമം പീരീഡ് ഓപ്ഷൻ എ പറഞ്ഞു 3 മന്ത്, ഓപ്ഷൻ എ പറഞ്ഞു 6 മന്ത്, ഓപ്ഷൻ സി പറഞ്ഞു 1 ഇയർ, ഓപ്ഷൻ ഡി പറഞ്ഞു 2 ഇയർ. ഏതാ ആൻസർ വരിക? മാക്സിമം എത്രയാണ്? മാക്സിമം സാധാരണ 4 മാസവും വേണമെങ്കിൽ മാക്സിമം എത്ര വരെ നൽകാം? 1 ഇയർ വരെ നൽകാം കേട്ടോ. മാക്സിമം എത്രയാണ്? മാക്സിമം 1 ഇയർ എന്ന് ഓർത്ത് വെക്കുക. എൻക്വയറി മാക്സിമം 1 ഇയർ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ. പാസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെമ്പർ അല്ല, നേരത്തെ മെമ്പർ ആയിരുന്നു. ഈ സെയിം സംഭവം തന്നെ ഡിസീസ്ഡ് മെമ്പറും ഉണ്ട്. അതായത് മെമ്പർ ആയിരുന്ന സാഹചര്യത്തിൽ അതായത് മരണപ്പെട്ട, അതായത് നമ്മൾ ഡിസീസ്ഡ് മെമ്പർ എന്ന് പറയും. ഇനി ഇവരുടെ ബാധ്യത എത്ര നാൾ വരെ നിലനിൽക്കും എന്നാണ് ചോദ്യം. ദ ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ ഷാൾ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി സീസ്ഡ് ടു ബി എ മെമ്പർ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ബാധ്യത എത്ര നാൾ നിലനിൽക്കും? ഇപ്പോൾ ഡിസീസ്ഡ് മെമ്പർ അല്ലെങ്കിൽ എന്താണ് പറയുക, പാസ്റ്റ് മെമ്പറിൻ്റെയൊക്കെ ബാധ്യത, അതായത് ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ എൻ്റെ ഷെയർ പിൻവലിച്ച് ഞാൻ നോൺ മെമ്പറായി, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇന്ന് മരണപ്പെട്ട അദ്ദേഹം ആ ഡിസീസ്ഡ് മെമ്പറായി. പക്ഷേ അവരുടെ ബാധ്യത എത്ര കാലം വരെ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പറയുന്ന 60 ദിവസം. അതായത് എന്നാണോ ഡേറ്റ്, എന്നാണോ ഒരു നോൺ മെമ്പർ ആയത് അല്ലെങ്കിൽ ഡിസീസ്ഡ് മെമ്പർ ആയത് അത് മുതൽ എത്ര നാൾ? ഓപ്ഷൻ എ പറഞ്ഞു 60 ദിവസം, ബി പറഞ്ഞു 2 വർഷം, സി പറഞ്ഞു 1 ഇയർ, ഡിയിൽ പറഞ്ഞു 90 ഡേയ്സ്. ഇവിടെ ഓർത്ത് വെക്കണം 2 ഇയർ എന്നാണ് ഇവിടെ കിടക്കുന്നത്. അമെൻമെന്റിന് മുൻപ് 2 വർഷമായിരുന്നു കേട്ടോ. അമെൻമെന്റിന് മുൻപ് 2 വർഷമാണ്. ഇപ്പോൾ ഡിസീസ്ഡ് മെമ്പറിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ആ കാലാവധി എത്രയാണ്? 3 വർഷമാണ് കേട്ടോ. നമുക്ക് അമെൻമെന്റിന് ശേഷം 3 ഇയേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. 3 ഇയേഴ്സ് ആണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 3 ഇയേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത വളരെ നല്ലൊരു ചോദ്യമാണ്. സെക്ഷൻ 8A ഓഫ് ദ കേസസ് ആക്ട് അല്ലെ, സെക്ഷൻ 8A ഓഫ് ദ കേസസ് ആക്ട്. കേസസ് ആക്ടിലെ വകുപ്പ് 8 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എയിൽ പറയുന്നു അഫിലിയേഷൻ ടു അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി അല്ലേ, സെൻട്രൽ സൊസൈറ്റിയിലേക്കോ അല്ലെങ്കിൽ അപ്പെക്സ് സംഘത്തിലേക്കുള്ള അഫിലിയേഷൻ. ഓപ്ഷൻ ബി പറയുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ സിയിൽ പറയുന്നു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് അല്ലേ. ഇപ്പൊ സെക്ഷൻ 8A എന്താണ്? ഞാൻ എപ്പോഴും പറയും 8A ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയും 8A അഫിലിയേഷൻ. 8A അഫിലിയേഷൻ എന്താണ്? 8A അഫിലിയേഷൻ. അഫിലിയേഷൻ ടു അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. ഒരു പ്രൈമറി സംഘമാണ് രൂപീകരിക്കുന്നതെങ്കിൽ അത് സെൻട്രൽ സംഘത്തിലേക്കും, ഒരു സെൻട്രൽ സംഘമാണ് രൂപീകരിക്കുന്നതെങ്കിൽ അതിനെ അപ്പെക്സ് സംഘത്തിലേക്കും നമ്മൾ അവിടെ അഫിലിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? അഫിലിയേറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ആ ഒരു വകുപ്പ് സെക്ഷൻ 8A ആണ് കേട്ടോ. സെക്ഷൻ വകുപ്പും റൂള് ചട്ടം എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ല ചോദ്യമാണ് കേട്ടോ. ഹൂ ഈസ് ദ അപ്പീലിംഗ് അതോറിറ്റി? ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹൂ ഈസ് ദ അപ്പീലിംഗ് അതോറിറ്റി ഇഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂഡ് an order to liquidate a cooperative society? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ഒരു ഉത്തരവിട്ടു. രജിസ്ട്രാർ ഒരു ഉത്തരവിട്ടെങ്കിൽ അതിനെതിരെ നമുക്ക് അപ്പീലിന് എവിടെ പോകാം? ഓപ്ഷൻ എ ട്രിബ്യൂണൽ, ഓപ്ഷൻ ബി ഗവൺമെന്റ്, ഓപ്ഷൻ സി ആർബിട്രേഷൻ കോടതി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്ന് പറയും. എവിടെയാടെ പോവുക നോക്കണം. രജിസ്ട്രാർ ഇട്ട ഓർഡർ ആണ്. എന്ത് ഓർഡർ ആണ്? ലിക്വിഡേഷൻ ഓർഡർ ആണ്. അതിനെതിരെ എവിടെ അപ്പീലിന് പോകാം? ഓപ്ഷൻ എയിൽ പറയുന്ന നോക്കിയേ ട്രിബ്യൂണല്, ഓപ്ഷൻ ബി ഗവൺമെന്റ്, ഓപ്ഷൻ സി പറയുന്നത് എന്താണ്? ആർബിട്രേഷൻ കോടതി, ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദിസ്. എവിടെ ആൻസർ വരിക? എടേ ഗവൺമെന്റ് അല്ലേ ആൻസർ വരിക. ഏത് പ്രകാരം? അപ്പീൽ ടു അതർ അതോറിറ്റി. ഏത് പ്രകാരമാണ്? അപ്പീൽ ടു അതർ അതോറിറ്റി എന്ന് പറയും അല്ലെ. അപ്പീൽ ടു അതർ അതോറിറ്റി ഏത് വകുപ്പാണ്? അപ്പീൽ ടു അതർ അതോറിറ്റി. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 83 പ്രകാരമാണ് ഇവിടെ നമ്മൾ അപ്പീലും കൊണ്ടുപോവുക. 60 ദിവസത്തിനകം ഓർഡർ വന്ന് 60 ദിവസത്തിനകം അപ്പീലിന് പോകും. സെക്ഷൻ 83 പ്രകാരം അപ്പീൽ ടു അതർ അതോറിറ്റി.
അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഈ അപ്പീൽ എന്ന് കേൾക്കുമ്പോൾ ട്രിബ്യൂണൽ കയറി വരും അല്ലേ? ട്രിബ്യൂണൽ സെക്ഷൻ 81 പറയുന്ന ട്രിബ്യൂണൽ, 82 പറയുന്ന അപ്പീൽ ടു ട്രിബ്യൂണൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്ത് വെക്കണം, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മോണിറ്ററി ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്മേലുള്ള ആ ഒരു വിധിക്കൊക്കെ എതിരെയാണ് ഇവിടെ പോവുക നമ്മൾ ഈ ഒരു ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീലിന് പോകുന്നത് കേട്ടോ. അതും 60 ദിവസം നവമായിട്ട് പോകണം എന്നൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നല്ല ചോദ്യം, നല്ല ചോദ്യങ്ങൾ വന്ന വളരെ സിമ്പിൾ ചോദ്യമാണ്. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ലോഡേക്ക് എല്ലാം കിട്ടുന്ന ഒരു പാർട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നോർമലി സാധാരണ രീതിയിൽ അല്ലേ, നോർമലി the chief executive of the society shall keep election materials for a period of, സാധാരണ രീതിയിൽ സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് വേണം ഇലക്ഷൻ കഴിയുമ്പോൾ അതെല്ലാം കൂടെ എന്ത് ചെയ്യും, നമ്മൾ ഫയൽ സെറ്റായിട്ട് കൊടുക്കും അല്ലേ, ഫയലാക്കി കൊടുക്കും. അത് എത്ര നാൾ സൂക്ഷിക്കണം, സാധാരണ രീതിയിൽ എത്ര നാൾ സൂക്ഷിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു 2 months, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 12 months, ഓപ്ഷൻ ഡി 3 മാസം അല്ലേ. 2 മാസം, 3 വർഷം, 12 മാസം, 3 മാസം. ഏതാണ് ആൻസർ വരിക? 3 months. സാധാരണഗതിയിൽ കേട്ടോ. ഇനി അപ്പീലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഒക്കെ ഫയൽ ചെയ്തെങ്കിൽ അത് അത് മുൻപോട്ട് പോകാം. പക്ഷെ സാധാരണ രീതിയിൽ എത്ര നാളത്തേക്കാണ് ഇലക്ഷൻ മെറ്റീരിയൽ കീപ്പ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് 3 മാസത്തേക്കാണ് എന്നോർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് നല്ല ചോദ്യമാണ്. അക്കോർഡിംഗ് ടു റൂൾ 15 ഓഫ് കേസീസ് റൂൾസ്, കേസീസ് റൂൾസിലെ റൂള് 15 പ്രകാരം പറയാണ്, എ സൊസൈറ്റി ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ്, അല്ലെ സംഘത്തെ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്ന ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? ഓപ്ഷൻ എ വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി പ്രോഫിറ്റബിലിറ്റി, ഓപ്ഷൻ സി പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ്, ഓപ്ഷൻ ഡി പെർഫോമൻസ്. ഇപ്പം ഇത് മനസ്സിലാക്കണം, റൂള് 15 പ്രകാരം ആണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഈ 2 പോയിന്റാണ് പ്രധാനപ്പെട്ടത്. റൂള് 15 പ്രകാരം, അവിടെ സംഘത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ആണോ? റൂള് 15 പ്രകാരം ക്ലാസിഫൈ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. ഇനി സെക്ഷൻ 80 സംതിങ് പ്രകാരം വരുന്നുണ്ട്, ആര്? ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൂള് 15 പ്രകാരം ഇവിടെ രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഇൻ ദ ബൈലോ അല്ലേ, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഇൻ ദി ബൈലോ ഓഫ് ദ സൊസൈറ്റി, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഇൻ ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി ആണ് ആര് ചെയ്യുന്നത്? ഇവിടെ രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നത്. റൂള് 15 പ്രകാരം 13 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ എന്താണ്? ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ സ്റ്റാഫ് പാറ്റേൺ അല്ലേ, ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് പാറ്റേൺ പ്രകാരമൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇനി ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യുന്നത് ABCD എന്നൊക്കെ പറഞ്ഞ് ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം എന്താണ്? 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് കേരളത്തിലെ സംഘങ്ങൾക്ക് വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം അല്ലേ ഇതായിരിക്കും അല്ലേ, എന്താണ്, എങ്ങനെ നമുക്ക് CSEB എക്സാം ക്രാക്ക് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, I+ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് കൂടെ നിൽപ്പുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, പിന്നെ എന്താണ് നമ്മുടെ മോഡൽ എക്സാംസുകൾ, PYQൻ്റെ കാര്യങ്ങൾ, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഒരു CSEB എക്സാമിന് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാം എന്താണ് ടീം I+ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? I+നൊപ്പം തയ്യാറെടുക്കാം കേട്ടോ, നമുക്ക് വിജയിക്കാം. ഓക്കെ, പുതിയൊരു ക്ലാസ് വരുന്നതല്ലേ, നമുക്ക് എന്താണ് പുതിയൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക, കീപ് സ്റ്റഡിയും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.